നല്ല നല്ല കാര്യങ്ങൾക്ക് അവരുടെ എനർജി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ തന്നെ സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനാകും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ കാത്തിരുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ SKN സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 40 വർഷത്തിന്റെ ചരിത്രപഥത്തിൽ ഒരു പുരുഷായുസിന്റെ മികവിലും തികവിലും മനോഹര തീരങ്ങളിൽ തന്റേതായ ധാർമ്മിക ബോധം അത് മാധ്യമരംഗത്ത് പകുത്തേകിയ ശ്രീകണ്ഠൻ നായർ SKN എന്ന 3 അക്ഷരം കൊണ്ട് മലയാള മനസ്സിന്റെ ഹൃദയത്തൂലികയിൽ കാത്തുവെച്ച പ്രൗഢിയും പ്രൗഢോജ്വലതയും കൊണ്ട് പ്രൗഢഗംഭീരമാകുന്ന യാത്രകളിലൂടെ സഞ്ചരിച്ച് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് സപ്തഭാഷകളുടെ സംഗമഭൂമിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ സംഗമഭൂമിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ, അധാർമികതയുടെ അപ്പോസ്തലങ്ങളിൽ അധമക്കൂട്ടങ്ങൾ വിരാജിച്ച് നമ്മുടെ തലമുറയെ കാർന്നു തിന്നുന്ന ഈ സമയത്ത് വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് 24. അതിന്റെ ചരിത്രം അടയാളപ്പെടുത്തുകയാണ് SKN 40 എന്ന പരിപാടി. ഈ മനോഹരമാകുന്ന സംഗമത്തിൽ ഇതാ സുഭാഷിന്റെ മണ്ണിൽ, മുല്ലശ്ശേരിയുടെ മണ്ണിൽ, ഉദുമയുടെ മനോഹരമാകുന്ന ഗ്രാമവിശുദ്ധിയിൽ, കാസർഗോഡിന്റെ സപ്തഭാഷകളുടെ സംഗമഭൂമിയിൽ ചരിത്രമാകുന്ന മറ്റൊരു സംഹിതയ്ക്ക് ഈ സായം സന്ധ്യ, ഈ സായാഹ്നം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന്റെ പ്രൗഢിയോടെ, അതിന്റെ പ്രൗഢഗംഭീരതയോടുകൂടി SK എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല നിറകയോടുകൂടി തന്നെ ഈ മനോഹരമാകുന്ന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ഈ സംഗമത്തിലെത്തിയതിന് ഒരു ഉപഹാരം സമർപ്പിക്കുകയാണ്. ആദ്യം അതിനുവേണ്ടി പ്രിയപ്പെട്ട ക്ലബിന്റെ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പൊന്നാടയണിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി സബ് ഇൻസ്പെക്ടർ വിജയൻ മേലത്ത് അവർകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് യാത്ര. ജില്ലകളിൽ നിന്ന് ജില്ലകളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, മലയാള തനിമയുണർത്തുന്ന മനോഹരമാകുന്ന തീരങ്ങളിലേക്ക് വഴിത്താരകൾ സംജാതമാക്കി വഴിയോരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയ പവിത്രമാകുന്ന ഇത്രയും ജനനിമിടത്തിന്റെ മനോഹരമാകുന്ന ഹർഷാരവം ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് പ്രയാണം കുറിച്ച് കാസർഗോഡിന്റെ നഗരഹൃദയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ മുല്ലശ്ശേരിയുടെ മണ്ണിൽ വെച്ച് അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ആർമിയിലും പടയോട്ടം നടത്തിയ കബഡിക്കോട്ടിലും ഉജ്ജ്വലങ്ങളാകുന്ന പടയോട്ടങ്ങളുടെ പൂക്കാലവും വിരിയിച്ച് ഇന്ന് റിട്ടയർഡ് ചെയ്ത് മനോഹരമാകുന്ന പോരാട്ട ഭൂമികയിൽ ഇന്ന് ഈ സുഭാഷിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രസിഡന്റ് ഗിരീഷ് കുമാർ അവർകൾ SKക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പിറവിയെടുത്ത് 40 വർഷത്തിന്റെ രചയിതത്തിന്റെ ചരിത്രങ്ങൾ മറ്റു തലമുറയിലേക്ക് പകർന്നു നൽകി ഒരുപാട് ചലനങ്ങൾ, അതിനപ്പുറത്ത് ഒരുപാട് മനോഹരമാകുന്ന വ്യത്യസ്തങ്ങളാകുന്ന അവരുടെ ശൈലികൾ, അതിനിടയിൽ ഏറ്റവും മികവാർന്ന രീതിയിൽ മലയാള മനസ്സിന്റെ കോണിലേക്ക് തന്റേതായ മികവും തികവും സ്വായത്തമാക്കി കടന്നു വന്ന ഒരേ ഒരു SKN 40 ഇവിടെ ഈ സംഗമത്തിൽ എത്തിച്ചേരുന്നു. ഇനി 24 ഈ പരിപാടിയുടെ വിട്ടുകൊടുക്കുകയാണ് സ്നേഹത്തോടെ. അതിനു മുമ്പ് ചില ഉപഹാരങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത് മദ്യത്തിൽ അടിമപ്പെട്ട് വഴിയോരങ്ങളിൽ കിടന്നിരുന്ന ഒരു മനുഷ്യൻ. മദ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലഹരി. പിന്നീട് ആ ലഹരിയിൽ നിന്ന് മുക്തനായി ഇന്ന് തന്റെ സർഗാത്മകതയാണ് ലഹരി എന്ന് തെളിയിക്കുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, കരൾ പകുത്തു നൽകാൻ ഒന്നുമില്ല പ്രണയമേ, പക്ഷേ എല്ലാം കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്ന് പറഞ്ഞ അയ്യപ്പന്റെ കവികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉജ്ജ്വലങ്ങളാകുന്ന സ്നേഹ സംഹിതകൾ അദ്ദേഹം ഇന്ന് ജീവിതത്തിന്റെ മനോഹരമാകുന്ന മറ്റൊരു ലഹരി ആസ്വദിക്കുകയാണ്. ഇനി 2023-24 വർഷങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ മികച്ച ശിശു സൗഹൃദ പോലീസ് ഓഫീസർ ഖ്യാതി നേടിയിട്ടുള്ള വിജയൻ മേലത്ത് അവർകളെ സ്നേഹത്തോടെ ഈ സുഭാഷിന്റെ മണ്ണിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥനത്തിനപ്പുറത്ത് എല്ലാവരുടെയും സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സൗഹൃദത്തോടെ തന്റേതായ നിയമ സംഹിതയുടെ പരിപാലന രംഗത്ത് നൽകപ്പെടുമ്പോഴും ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് വ്യതിചലിക്കാതെ കൃത്യമായി തന്റേതായ മികവും തികവും പുലർത്തി ഈ മനോഹരമാകുന്ന സുഭാഷിന്റെ മണ്ണിലെ, ഈ മനോഹരമാകുന്ന മുല്ലശ്ശേരിയുടെ മണ്ണിലെ തന്റെ അഭിമാനമാണ് അദ്ദേഹം. പ്രിയമുള്ളവർ, അടുത്തത്
2025 പഞ്ചാബിൽ നടന്ന ഓൾ ഇന്ത്യ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ജേഴ്സി അണിയുകയും സിൽവർ മെഡൽ നേടുകയും ചെയ്ത ക്ലബിന്റെ വനിതാ അംഗം ഗോപിക രവീന്ദ്രന് സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സ്നേഹോപഹാരം നൽകുകയാണ്. കമ്പക്കയറിൽ കൊമ്പുകോർത്ത് മുഷ്ടി ചുരുട്ടിയ കൈവെള്ളയിൽ നിന്ന് ഇടനെഞ്ചിൽ കോർത്തിണക്കിയ വീര്യത്തോടുകൂടി പിറകോട്ട് വലിച്ച് വിജയം നേടുന്ന ലോകത്തിലെ ഒറ്റ ഗെയിമിന്റെ പേര് അത് വടംവലിയാണ്. വളയിട്ട കൈകളിൽ അത് പെൺപുലികളുടെ ഏറ്റവും മനോഹര തീരമായി മാറുന്നു. പുരുഷ മേധാവിത്വത്തിന്റെ മസിൽ പവർ അല്ല വടംവലി എന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ പുലിക്കുട്ടികൾ. മറ്റൊരു ഉപഹാരം സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. 2025 ഉദുമ ദേവുരി ബഡ് സ്കൂൾ ജില്ലാതലത്തിൽ നാടോടി നൃത്തം, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസിനങ്ങളിൽ മത്സരിച്ച് 2ാം സ്ഥാനം നേടിയ ധന്യ നാരായണൻ ഓടിച്ചാടി വരികയാണ്. നിറകയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം. കർണഗുണങ്ങളിൽ അലയൊലി തീർക്കണം നിങ്ങളുടെ കയ്യടികൾ. അത് പ്രചോദനമാകണം. അതാണ് ഇന്നോവേഷൻ, അതാണ് മോട്ടിവേഷൻ, അതാണ് പ്രിയമുള്ളവരെ വരും കാലത്തിലെ തലമുറയിലേക്ക് നമ്മൾ നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രചോദനം. കയ്യടിച്ചുകൊണ്ടേയിരിക്കുക. കയ്യടി താളങ്ങൾ, കളകളനാദം കേട്ടുകൊണ്ടേയിരിക്കുക. അത് മനസ്സിന്റെ ഇടങ്ങളിൽ എവിടെയെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ നമ്മുടെ കയ്യടി വീണ്ടും വീണ്ടും കർണഗുണങ്ങളിൽ അലയൊലി തീർത്താൽ വരും വേദികൾ ഇവർ കൈയടക്കിയിരിക്കും. SK അവർക്ക് ഉപഹാരം സമർപ്പിക്കുകയാണ്. അവരുടെ അമ്മ അവര് കൂടി ഈ ഫോട്ടോസിൽ വരണമെന്ന് അറിയുകയാണ്. മുമ്പിൽ നിന്ന് ആനന്ദത്തിന്റെ നിറകണ്ണീരാണ് പ്രിയമുള്ളവരെ. മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ പുലരികൾ താണ്ടിയുള്ള യാത്രകൾ പോകുന്ന തലമുറയിലേക്ക് ഒരു കാലത്ത് പ്രചോദനമായിരുന്നു SK. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നാണ് ഈ മനോഹരമാകുന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. നെക്സ്റ്റ് തപസ്യ ഫ്ലവേഴ്സിലെ ഏറ്റവും മികവാർന്ന ടോപ്പ് സിംഗറിൽ തന്റേതായ മികവ് തെളിയിച്ച ഒരു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ പോലെ ഒന്നാര കുട്ടിയാണ്. നല്ലൊരു കയ്യിൽ നൽകാൻ പ്രിയമുള്ളവരെ. ഗാനം, ആലാപന മികവിന്റെ മനോഹാരിത പുതിയ തലമുറ കടന്നു വരട്ടെ. അവർ കായിക ലഹരിയിൽ, കലയിൽ, അതിന്റെ മനോഹര തീരങ്ങളിലൊക്കെ വരട്ടെ. തലമുറയിൽ കൈമാറി അതായിരിക്കട്ടെ ലഹരി എന്നുകൂടി ഈ മനോഹരമാകുന്ന സന്ദേശമായി വരക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായ നിമിഷങ്ങൾ. ഈ മുല്ലശ്ശേരിയുടെ മണ്ണ് ഇളകി മറിയുന്ന മനോഹരമാകുന്ന തീരങ്ങൾ. പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓണയിൽ മാത്രമായിരുന്ന ജീവിതത്തിന്റെ മനോഹര തീരങ്ങൾ സർഗാത്മകതയുടെ നാമ്പുകൾ പകുതേകി പുസ്തകവണ്ടിയിൽ അദ്ദേഹത്തിന്റെ കവിതകൾ ഇതാ അതിന്റെ പ്രകാശനം അദ്ദേഹം SKക്ക് നൽകിക്കൊണ്ട് നൽകപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തോട് കഥ പറയുന്ന നിമിഷങ്ങളാണ്. ചരിത്രത്തിന് വേണ്ടി വഴിമാറുന്ന നിമിഷങ്ങളാണ്. ചരിത്രത്തിന്റെ ചരിത്രപരമായ സംഹിതകളെ ചേർത്ത് വെക്കുന്ന നിമിഷങ്ങളാണ്. ചരിത്രപരമായ മുന്നേറ്റങ്ങളിലേക്ക് ചരിത്രം പ്രയാണം കുറിക്കുകയാണ്. ആ ചരിത്രത്തിന്റെ ഭാഗമാണ് ജേർണി ഓഫ് ഹിസ്റ്റോറിക്കൽ ജേർണി ഓഫ് 40 years. അതാണ് SK. നമ്മളൊക്കെ കണ്ട് മടുത്ത സെൻസേഷനിൽ നിന്ന്, കണ്ടു മടുത്ത അവതരണ ശൈലിയിൽ നിന്ന് ഏറ്റവും മികവാർന്ന രീതിയിൽ പുതിയ പുലരികൾ താണ്ടിയുള്ള പുതിയ മാധ്യമങ്ങളിലേക്ക് നമ്മളെ പോലുള്ളവരൊക്കെ ആനയിക്കപ്പെട്ട മനുഷ്യൻ. അതിനപ്പുറത്ത് 40 വർഷം കൊണ്ട് ഏറ്റവും മികവാർന്ന രീതിയിൽ തന്റെ പുരുഷായുസ് ധാർമ്മികമാകുന്ന മാധ്യമപ്രവർത്തനത്തെ ചേർത്ത് പിടിച്ചവരാണ്. മലയാളക്കരയുടെ അഭിമാനമായി മാറിയ ഒരാൾ ഇതാ ഈ മണ്ണിലെത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് നിറകയ്യടിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മോട് സംവദിക്കുന്നതിന് സ്നേഹത്തോടെ മൈക്ക് കൈമാറുകയാണ്. ആ തറവാട്ടിൽ ഞാൻ കൊല്ലങ്ങൾക്ക് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരേ കാലം പഠിച്ചവരാണ്. അപ്പൊ എന്തായാലും റഹ്മാനിവിടെ ഇല്ല, കോഴിക്കോടാണ് താമസം, നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളെയൊക്കെ കാണാൻ വലിയ സന്തോഷമുണ്ട്. കാര്യം ഈ കൂട്ടത്തിൽ ഒരുപാട് വനിതകളും അമ്മമാരുമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതെന്തുവാ കാണിക്കുന്ന സംഭവം ഒന്നുമില്ലല്ലേ? അപ്പൊ എന്തോ ഒരു കാലത്തെ പൊക്കി കാണിക്കുന്നു, തലമുറ അടിച്ചു പറ്റിക്കുന്നതാണോ? ഓക്കെ, നമ്മള് ഇതൊക്കെ നടക്കണം, നമ്മള് തലയൊക്കെ സൂക്ഷിച്ചോ, അറിയാലോ, എപ്പോഴാണെന്ന് അറിയത്തില്ല. ഈ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് എന്നൊരു സാധനമുണ്ട്. ഒറ്റയടി വീഴും. ആർക്കെല്ലാം അടി കൊണ്ടുണ്ടോ? ഇല്ലെങ്കിൽ പരീക്ഷ നോക്കാവുന്നതാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ പര്യടനം 30 ദിവസങ്ങൾ നീണ്ടുപോയ ഈ പര്യടനം ഇന്ന് ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് രാത്രി 8:30 പ്രത്യേക ട്രെയിനിൽ, നമുക്ക് വേണ്ടി മാത്രം വരുന്ന ട്രെയിനല്ല, സ്പെഷ്യലായി ഓടുന്ന ട്രെയിനിൽ നമ്മളൊരു യാത്രക്കാരനായിട്ട് ഞങ്ങളുടെ വാർത്താ സംഘം ഞങ്ങൾ കോഴിക്കോടേക്ക് പോകും. കോഴിക്കോട് നാളെ വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം പേര് പങ്കെടുക്കുന്ന
ഒരു മഹാസമ്മേളനം നടക്കും. അപ്പോൾ ഈ ഒരു വലിയ ജനറാലിയാണത്. നിങ്ങൾക്കറിയുന്ന പോലെ എന്തിനാണ് ഈ 1,00,000 ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞായറാഴ്ചയായിട്ട് എന്ന് ചോദിക്കുന്നുണ്ടാകും. നമ്മൾ കരുതുന്നത് പോലെ അല്ല. കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ലഹരികൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജീവിതമാണ് ലഹരി, സ്പോർട്സാണ് ലഹരി, സാഹിത്യമാണ് ലഹരി, കളിയാണ് ലഹരി, കാൽപന്താണ് ലഹരി എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ഈ ഉന്മാദം കിട്ടുന്നതിന് വേണ്ടി, അതീതമായി തലച്ചോർ ചൂടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കില്ലേ, നമ്മുടെ വളരെ ഓടയിൽ കിടന്ന ജീവിതം, ഓടയിൽ നിന്ന് മുങ്ങി വന്നത്, അതുപോലെ ഓടയിലായി പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ ചെറിയ കുട്ടികൾ, 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ വരെ, പെൺകുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഒരുപാടുണ്ട്. നമുക്ക് വലിയ സങ്കടപ്പെടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് താമസിച്ചുപോയി. നമ്മുടെ സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ ഇത്തരം ലഹരി വിൽപ്പനക്കാരായ കുട്ടികൾ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അമ്മമാർക്ക് വലിയ വേദനയായി കണ്ണീരായി മാറുന്ന കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലുമുണ്ട്. പല ഡീഡിക്ഷൻ കേന്ദ്രങ്ങളും ഇന്ന് അമ്മമാരുടെ കണ്ണീരിന് കാരണമാകുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ കോവിഡിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ രാസലഹരിയുടെ വ്യാപനം തന്നെയാണ്. ശുദ്ധഭാഷാണമാണത്. ഈ കെമിക്കൽ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം, ഈ കൊച്ചിയിലെ ഒരു ലിസി ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായി. 13 വയസ്സുകാരൻ ഹാർട്ട് അറ്റാക്ക് വരുന്നു, 16 വയസ്സുകാരൻ ഹൃദയഭിത്തികൾ തകർന്ന് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാകുന്നു, അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. അപ്പൊ ഈ ലഹരി അത്ര അപകടം പിടിച്ച സാധനമാണ്. നിങ്ങളുടെ ആശുപത്രി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. താമരശ്ശേരിയിൽ ഒരു കവർ MDMA വിഴുങ്ങിയ ഒരു മനുഷ്യൻ, പോലീസിനെ കണ്ട് പേടിച്ച് വിഴുങ്ങിയ മനുഷ്യൻ ആമാശയത്തിൽ കിടന്ന് കവർ പൊട്ടി മരിച്ചുപോയി. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കവർ MDMA എന്ന് പറയുന്ന സാധനത്തിന്റെ കവർ പൊട്ടി പോയാൽ ആമാശയത്തിന് താങ്ങാൻ കഴിയില്ലെന്നും ശരീരശാസ്ത്രം പ്രവർത്തിക്കില്ലെന്നും അയാൾ കാഞ്ഞു പോകുമെന്നും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. പഞ്ചസാരയുടെ തരി പോലെയുള്ള ഒരു ചെറിയ സാധനം അകത്തിനടിയിൽ പോലും സൂക്ഷിച്ച് കടത്താവുന്ന ഒരു സാധനം, അത് നമ്മുടെ പെൺകുട്ടികളെ ആകർഷിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തേ അപകടം എന്ന് ചോദിച്ചാൽ, ഇതൊരു സിന്തറ്റിക് ലഹരിയാണ്. ഇതിന് മണവും ഗന്ധവുമൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞ ഒരാൾ വീട്ടിൽ വന്ന് കയറിയാൽ എന്നത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികൾ കൂട്ടം കൂടി സംഘാംഗങ്ങളോടൊപ്പം പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അവൻ ഈ രാസലഹരി, ബ്രൗൺ ഷുഗറോ കൊക്കൈനോ അതല്ലെങ്കിൽ LSD-യോ ചരസോ കഞ്ചാവോ MDMA ഒക്കെ കഴിച്ചിട്ട് വന്നത് നമ്മൾ അറിയാതെ പോകുന്നു. കഞ്ചാവാണെങ്കിൽ പിന്നെ ഒരു ചെറിയ മണമൊക്കെ കാണും. അപ്പൊ ചെറിയ കുട്ടികൾ, അവരെ ആകർഷിക്കാൻ വേണ്ടി പരീക്ഷാ കാലത്തൊക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, പരീക്ഷാ സമയത്ത് റോഡരികിൽ നിന്ന് ചില ആളുകൾ ചില കുട്ടികളോട് പറയും, പരീക്ഷ നന്നായി എഴുതണമെങ്കിൽ, ഇന്നലെ പഠിച്ചത് മുഴുവൻ ഓർമ്മ വരണമെങ്കിൽ ഈ ഒരു ചെറിയ മിഠായി കഴിച്ചാൽ മതി. കൂൾ പോലുള്ള ചില മിഠായികൾ കൊടുക്കുന്നു. ചില ചോക്ലേറ്റ് മിഠായിക്കകത്ത് ഈ ലഹരി കലർത്തി കൊടുക്കും. കുറേശ്ശെ അതിന്റെ ഡോസ് കൂട്ടി കഴിയുമ്പോൾ അവസാന പരീക്ഷയാകുമ്പോഴേക്കും ഈ കുട്ടിയുടെ ജീവിതം വേറെ പരീക്ഷണത്തിന് തയ്യാറാകും. ഈ കുട്ടി ലഹരിക്ക് അടിമയാകും. ഈ ലഹരി കൊടുത്ത ആ ചെറുപ്പക്കാരനോ അപരിചിതനായ വ്യക്തിയിലെ അയാളെ തേടി കുട്ടി ചെല്ലും. അതാണ് സാഹചര്യം. പിന്നീട് പിടിച്ചാൽ കിട്ടില്ല. വീട്ടുകാരും അറിയാതെ ക്രമേണ കൊണ്ട് ഏതെങ്കിലും ഒരു ഡീഡിക്ഷൻ സെന്ററിലെ ഒരു സെല്ലിലേക്ക് ഇവനെ തളക്കാൻ പറ്റിയില്ലെങ്കിൽ, പെൺകുട്ടിയെ തളക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾ പിച്ചാത്തിയെടുത്ത് അമ്മയെ കുത്തിക്കൊല്ലും, ചിലപ്പം ബാപ്പയെ കുത്തിക്കൊല്ലും, അയൽവാസിയെ കുത്തിക്കൊല്ലും. പോകുന്നിടത്തെല്ലാം രക്തം കയറ്റുന്ന ആക്രമണം നടത്താൻ ഇവർ തയ്യാറായി വരും. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളില്ല എന്ന് സമാധാനിച്ച് നമ്മളൊരു അവനവനിൽ അമർന്ന് ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റി. നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ്സുകൾ കയറി യാത്ര ചെയ്യുമ്പോൾ, സിനിമാ തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ അവിടെ എല്ലാം ചിലപ്പോൾ MDMA പോലുള്ള പാഷാണങ്ങൾ കഴിച്ചു വരുന്ന കുട്ടികൾ ഉണ്ടായെന്ന് വരും. ആ കുട്ടികൾ ഒരു കാരണവുമില്ലാതെ, പ്രകോപനവുമില്ലാതെ നിങ്ങളെ ചിലപ്പോൾ ആക്രമിച്ചെന്ന് വരും. എന്ന് വെച്ചാൽ നാളെ ഉദുമയിൽ നിങ്ങൾ ആരെങ്കിലും ഇറങ്ങുമ്പോൾ അവിടെ ആൾക്കാർ പിച്ചാത്തിയുമായിട്ട് വരുമെന്നല്ല. ക്ഷമിക്കുക, 30 ദിവസത്തെ യാത്രയുടെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണ്. ചുമയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, ശബ്ദമൊക്കെ പോയി, വോക്കൽ കോഡൊക്കെ തളർന്നു പോയി. MDMA കഴിക്കാതെ വോക്കൽ കോഡ് തകർന്ന് തുടങ്ങി. അപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കുട്ടികളെ വളരെ കരുതലോടെ നിങ്ങൾ വളർത്തുക. സ്കൂൾ ബാഗുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. കുട്ടികൾക്ക് അനാവശ്യമായി വരുന്ന ഫോൺ കോൾ ആരുടെയും നോക്കുക. മൊബൈൽ ഫോണിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് വരുന്ന സന്ദേശങ്ങൾ, ഇവർ ബന്ധപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഒരുപാട് കൊടുത്തവരാണ് മലയാളികൾ. പക്ഷേ കൂടുതൽ കുട്ടികളും ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ വീട്ടിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരു അപൂർവ വസ്തുവായി മാറി. പണ്ട് തീൻമേശയിൽ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ പരസ്പരം സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. തീൻമേശയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ വളരെ നന്നായി.
ടെലിവിഷൻ ചാനലുകൾ നിങ്ങൾ കുറച്ചു നേരം കണ്ടില്ലെങ്കിലും ആകാശം ഇടിഞ്ഞു വീഴില്ല. നിങ്ങൾക്കറിയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായി വരുന്ന ചങ്ങാത്തത്തിന് വരുന്ന കൂട്ടുകാർ അപകടകാരികളാകും. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത പല ആളുകളും MDMA വിറ്റ് പൈസക്കാരനാകാൻ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ ചിലപ്പോൾ PhD പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് പറയും, ചിലപ്പോൾ MA പാസ്സായ ആളുകളാണെന്ന് പറയും. ശുദ്ധ കള്ളത്തരം കൊണ്ട് കുട്ടികളെ ചുറ്റിക്കറക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന പൈശാചിക കോലങ്ങളെ തിരിച്ചറിയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും അപരിചിതർ ചുറ്റിക്കറങ്ങിയാൽ നമ്മൾ അപ്പോഴും പ്രായമുള്ളവർ ചോദിക്കും, അവനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന്. എന്നാൽ ഇന്നങ്ങനെ ചോദിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയില്ല ആളുകളെ, നമുക്ക് അയലത്ത് താമസിക്കുന്ന ആളുകളുടെ പേര് പോലും അറിയില്ല. അവരാരാണെന്നോ എന്താണെന്നോ എങ്ങനെ പോകുന്നോ അറിയില്ല. ചിലപ്പോൾ MDMA നിർമ്മാണം തൊട്ടയലത്തായിരിക്കും നടക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ അവിടെ പോയി വലിയ വലിയ ഇന്റർനാഷണൽ മാഫിയ നെറ്റ്വർക്കിന്റെ ഈ രാസലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൽ കടത്തുന്നത് മലയാളികൾ തന്നെയാണ്. വളരെ പെട്ടെന്ന് പണക്കാരനാകണം, വലിയ അമ്പരചുംബിയായ രംഗീകരണങ്ങൾ പണിതീർത്ത് നാട്ടിൽ ചമഞ്ഞു നടക്കാൻ പറ്റുന്ന കോടീശ്വരന്റെ കുപ്പായമണിയാനുള്ള ക്ഷിപ്രവേഗത്തിൽ അവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കുട്ടികളെ കൊല ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വൃദ്ധസംഘം, ഒരു പ്രായമായ സംഘവും കേരളത്തിലുണ്ട്. മയക്കുമരുന്ന് മാഫിയ എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയാണ്. അതിന്റെ ഇങ്ങേ തലയിൽ നമ്മുടെ തൊട്ടയലത്ത് താമസിക്കുന്ന ഒരു ഗംഗാധരനോ ഒരു മജീദോ ഒക്കെ ആകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ അയലത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ലഹരി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവനെ തടഞ്ഞു വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുവാനുള്ള മൗലികമായ അവകാശം നിങ്ങൾക്കുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ പൗരൻ നമ്മുടെ ഭരണഘടനാ പ്രകാരം അനുഭവിക്കുന്ന ഒരു സിവിൽ റൈറ്റ് ആണ്. ആ അവകാശം നിങ്ങൾ ഉൾക്കൊള്ളണം. അതേസമയം നിങ്ങൾ സംശയത്തിന്റെ പേരിൽ ഒരാളെ പിടിച്ചിട്ട് അയാളെ മർദ്ദിച്ച് അവസാനം പോലീസിൽ കൊടുക്കുന്നതിനെ മരണപ്പെട്ടു പോയാൽ നിങ്ങളുടെ ജീവിതം കണ്ടപ്പോകയായി പോകും. അത് നിങ്ങൾ ചെയ്യരുത്. കയ്യാങ്കളിക്ക് നിങ്ങൾക്ക് അധികാരമില്ല. എൻഫോഴ്സ്മെന്റ് പോലീസിൽ വിട്ടുകൊടുക്കുക. എന്നാൽ സംശയമുള്ളവരെ തടഞ്ഞു നിർത്തുക. അവനോട് സഹതാപത്തിന്റെ ആവശ്യമില്ല. കാര്യം പറയാം, തുള്ളിക്കളിച്ച് തുമ്പിയെ പോലെ നമുക്ക് ചുറ്റും പാറി നടക്കുന്ന കുഞ്ഞുങ്ങളെ ഈ അർഷോന്മാദം എക്സസി എന്ന പേരിട്ട ഒരു ഉന്മാദ ലഹരിയിലേക്ക് മുഖകുത്തി വീഴ്ത്താൻ പ്രേരിപ്പിക്കുന്ന നരാധമനാണ് നമ്മുടെ നമുക്ക് പരിചയമില്ലാത്തവൻ. ഇവനോടുള്ള സഹതാപത്തിന്റെ സ്വരം നമ്മളുടെ കാര്യമില്ല. അവനോടുള്ള സ്വരം നിങ്ങൾ കടുപ്പിക്കുക. നിങ്ങൾ ഒരുപാട് കരുതലുകൾ വേണം. നമ്മളെ ഏറ്റവും 10 മണിക്കൂർ ഉറങ്ങുന്ന മലയാളികളാണ് നമ്മൾ. നിങ്ങൾ ഈ കുറച്ചു കാലം ഉറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ചുറ്റും അപകടം നിറഞ്ഞൊരു കാലാവസ്ഥ ഇങ്ങനെ കാർമേഘ പടലങ്ങനെ മൂടിക്കെട്ടി വരികയാണ്. തൊട്ടായ വീട്ടിൽ ഒരു നിലവിളി കേട്ടാൽ അത് ടെലിവിഷന്റെ ഓളിയമായി നിങ്ങൾ കരുതരുത്. അവിടെ എന്തോ ചിലപ്പോൾ MDMA കൂത്തുകളായിരിക്കും. നിങ്ങൾ കാത് കൂർപ്പിച്ച് നടക്കണം. വളരെ ശ്രദ്ധിച്ച് കുട്ടികളെ വളർത്തണം. അതുപോലെ സ്കൂളിലെ അധ്യാപകർ അവർക്ക് ഏതാണ്ട് ഒഴിഞ്ഞ മട്ടാണ് പലരും. അങ്ങനെ പോരാ. അധ്യാപകർക്കെതിരെ പരാതി പറയാൻ, കുട്ടികളെ കുറിച്ച് പറയാനൊന്നും കുട്ടികളെ കുറിച്ച് പറയാൻ സ്കൂളിൽ പോകാം. പക്ഷേ അധ്യാപകരെ തോട്ടിയാൽ, അവന്റെ ഊരയിലൊന്ന് നുള്ളിയാൽ, അവന്റെ ചെവിക്കൊന്ന് പിടിച്ചാൽ ഉടനെ പോയി ആകാശം ഇടിഞ്ഞു വീണു, അവനെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, കോടതിയിലേക്ക് എന്ന് പറഞ്ഞ് അധ്യാപകരെ നമ്മൾ ഒറ്റപ്പെടുത്തി. അവിടെ നമ്മുടെ പരാജയം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരു അധ്യാപകൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് അയാളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വീണ്ടും മിടുക്കരാണെന്ന് അറിയുന്ന ദിവസമാണ്. പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് നേടുമ്പോൾ ഏറ്റവും ആശ്വസിക്കുന്ന അധ്യാപകനായിരിക്കും. ഒരു അധ്യാപകന്റെ നിർവൃതി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയാണ്. അത് മനസ്സിലാക്കാതെ പോയ മാതാപിതാക്കളാണ് ഈ അധ്യാപകൻ കോടതിയിൽ. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അധ്യാപകൻ ചൂറിലെടുക്കണമെന്ന്. അധ്യാപകന്റെ കയ്യിൽ നിന്ന് ചൂറിൽ എപ്പോൾ പൊളിച്ചു പോയോ, എപ്പോൾ നഷ്ടപ്പെട്ടു പോയോ അന്ന് തുടങ്ങി നാടിന്റെ അപകടം. ലേശം ഒരു ശാസനയും ചില്ലറ കയ്യാങ്കളിയൊക്കെ അധ്യാപകരുടെ അവകാശമായി നമ്മൾ കൽപ്പിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികളുടെ ഭയത്തോടെ ക്ലാസ് മുറിയിൽ ഇരിക്കൂ. ഇപ്പൊ അധ്യാപകരുടെ പേരിട്ട് വിളിക്കാനും ക്ലാസ് മുറിയിൽ നിന്ന് പഠിപ്പിക്കുന്ന അധ്യാപിക സാരി കൊടുത്താണ് ക്ലാസ്സിൽ വരുന്നതെങ്കിൽ അവരോട് വൃത്തികെട്ട കമന്റുകൾ പറയാനും കുട്ടികൾ തയ്യാറാകുന്നു. MDMA സ്വാധീനം കൊണ്ട് അധ്യാപകന്മാരുടെ മോശമായി പെരുമാറുന്ന കുട്ടികൾ സംസ്ഥാനത്തെ പല മലപ്പുറങ്ങളിലുണ്ട്. മാനാഭിമാനവും മാനബോധവും കൊണ്ട് പല അധ്യാപികമാരും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. പല അധ്യാപികമാരും സാരി മാറ്റി ചുരിദാറിലേക്ക് കയറി. കാരണം ഈ കുട്ടികളെ പേടിച്ച ഈ കുട്ടികൾക്ക് ഒരു ഗുണ്ടാ സംഘവുമായി ബന്ധമുണ്ടാവും മിക്കവാറും സ്കൂളുകളിൽ. ഏതെങ്കിലും ഒരു കുട്ടിയെ ഇത്തിരി ശാസിച്ച് വഴക്ക് പറഞ്ഞു പോയാൽ ആ ഗുണ്ടാ സംഘം ഈ അധ്യാപകരെ മൂത്രപ്പുരയിലൂടെ എഴുതി വെച്ച് കളയും. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന അധ്യാപകനും ഈ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനും പ്രണയമാണെന്ന് എഴുതി വെച്ച് കളയും. ആ ഭിത്തി സാഹിത്യം ഇപ്പോഴും നമ്മുടെ പള്ളിക്കൂടങ്ങളിലുണ്ട്. ഇതൊക്കെ അവരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അധ്യാപകരെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. നിങ്ങളുടെ കുട്ടികൾ ഇത്തരം രാസലഹരിക്ക് അടിപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. അതാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് രാസലഹരി
രാസലഹരി കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കെതിരെ ചോറിലെടുക്കാം, നിങ്ങൾക്കെതിരെ പോലീസിൽ കേസെടുക്കില്ല, പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകില്ല എന്നൊക്കെ ഹൈക്കോടതി നിങ്ങൾക്ക് ധൈര്യം തരാൻ കാരണം അതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലഹരി പദാർത്ഥങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞു, വളരെ ലഭ്യമാണ്. അതേസമയം നമ്മുടെ കേരള നാട്ടിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ ഇത് വീട്ടിൽ തുടങ്ങുന്ന വിപ്ലവമാണ് എന്ന് ഞാൻ പറയുകയാണ്. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത്, പെൺകുട്ടികളെ പ്രത്യേകിച്ചും അടുത്തറിയുന്നത് ഉമ്മമാർക്കും അമ്മമാർക്കുമാണ്. അവർക്കറിയാം കുട്ടികളിലുണ്ടാകുന്ന പാപമാറ്റങ്ങളും ചലനങ്ങളുമൊക്കെ. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുട്ടി ആരെ കാണുന്നു, നമ്മുടെ കുട്ടി ആരോട് സംസാരിക്കുന്നു, എന്താണ് ആ കുട്ടിയിലുണ്ടാകുന്ന ഭാവവ്യത്യാസം, ആ കുട്ടി ഉറങ്ങാറുണ്ടോ, മുറിക്കുള്ളിൽ കഥകളെ ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കുന്നു, സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തപ്പോൾ ശേഷം നമ്മൾ. എന്നാൽ നമ്മൾ പല സൈറ്റുകളും വേണ്ടാത്ത കുട്ടികൾ കാണാത്ത പോണോ സൈറ്റുകൾ ഉൾപ്പെടെയുള്ള പല സൈറ്റുകളും ഓപ്പൺ ആക്കി ഫോൺ കൊടുത്തവരാണ് നമ്മൾ. ഇനി അതൊന്നും നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. അതേസമയം ഈ കുട്ടികളെ ശാസനാരൂപത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു ജനറേഷനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. പെട്ടെന്നെല്ലാം പിടിച്ചു നിർത്താമെന്ന് കരുതി കുട്ടികളെ പേടിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ വീട് വിട്ടിറങ്ങി വരും, ഒന്നുമല്ലാത്ത പ്രായത്തിൽ പലതും ചെയ്തു വരും. ഇന്നുകൂടി ഏതൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. കുട്ടികൾക്ക് ഒരുപക്ഷെ സിനിമയിലും ടെലിവിഷനിലും ഒക്കെ കാണുന്ന പല കാര്യങ്ങളും അനുകരിക്കാനും ഒരു ചെറിയ പ്രതിസന്ധി കരുത്തില്ല. നമുക്ക് ചേറ്റിലും ചേരിലും വളർന്ന കുട്ടികളാണെങ്കിൽ അവർ കരുത്തരായിരിക്കും. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വസിക്കുന്ന പല കുട്ടികളും ചേരിൽ കിടന്ന് വളർന്നവരാണ്. അവർക്ക് ഭയം അത്രയില്ല. എന്നാൽ നഗരങ്ങളിൽ ഫ്രിഡ്ജിലെ വെള്ളമെടുത്ത് കുടിച്ച് കുട്ടിക്കാലത്ത് വളർന്ന കുട്ടികൾ ഐസ്ക്രീം മാത്രം കഴിച്ചും നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്ത് കരച്ചിലൊടുക്കിയും ഒക്കെ കഴിഞ്ഞ കുട്ടികളെല്ലാം തന്നെ ഭയചകിതരായി പെട്ടെന്ന് മാറും. ഈ കുട്ടികളോട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും പ്രവർത്തിച്ചെന്ന് വരും. അതുകൊണ്ട് വളരെ കരുതലോടെ അമ്മമാർ സ്വീകരിക്കുക. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ പലയിടങ്ങളിലും അമ്മമാരുടെ ചൂട് കണ്ണുനീരിൽ മണ്ണിൽ വീട് തുടങ്ങി. മക്കളെ ഓർത്ത് വിലപിക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുകയാണ്. മാത്രമല്ല വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടി രാസലഹരിക്ക് അടിമയാണെന്നറിയുമ്പോൾ അവൻ മനോരോഗം ബാധിച്ച ഒരാളിനേക്കാളും അപകടകരമായ ഭ്രാന്തിന്റെ വഴിയിൽ അവൻ കടന്നുപോയി കഴിയുമ്പോൾ ഒരു പെറ്റമ്മയ്ക്കുണ്ടാകുന്ന വേദന ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. സ്നേഹമാണ് അഖിലസാര മൊഴി എന്ന് പറയും. സ്നേഹമാണെല്ലാം. സ്നേഹിക്കുക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും കവി പറഞ്ഞിട്ടുണ്ട്. ശത്രുവിനെ പോലെ സ്നേഹിക്കണമാ, പിന്നെ വീട്ടിലുള്ളവരെ സ്നേഹിക്കണ്ടേ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഇല്ല. അപ്പൊ ഇപ്പോഴായി കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വാത്സല്യമില്ലാത്ത ഒരു കുട്ടിയോട് അപരിചിതനായ ഒരു മിഠായിയുമായി സമീപിച്ച് സ്നേഹത്തിന്റെ ഗംഗ ഒഴുക്കി വിടുമ്പോൾ അവനോട് താല്പര്യം കൂടാനും അവനോട് താതാത്മ്യം പ്രാപിക്കാനും ചില കുട്ടികൾ ശ്രമിച്ചെന്ന് വരും. അതൊക്കെ നമ്മുടെ നാട്ടിലെ അപകടകരമായ കാലാവസ്ഥയുടെ ദുസൂചനകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും കുട്ടികളെ കുറച്ചുകൂടെ മാറോടക്കുമ്പോൾ നിങ്ങൾ അറിയുക, ഈ സ്നേഹമില്ലായ്മ കൊണ്ടാണ് 10 വയസ്സുകാരിയുടെ 12 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA കൊടുക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ കേസായി. സ്വന്തം സഹോദരിയാണെന്ന് അറിഞ്ഞു പോലും അവൻ കൊടുക്കുന്നു. അതുപോലെ സഹോദരി കുളിക്കുന്ന ബാത്റൂമിൽ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ അപജയമല്ല, നമ്മുടെ നാട്ടിൽ രാസലഹരി വർദ്ധിച്ചു വന്നതിനുണ്ടായ പരിണിത ഫലങ്ങളാണ്. ഈ വാർത്താമുറിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വാർത്തകളും കൊണ്ട് പങ്കുവയ്ക്കാൻ പോലും കഴിയില്ല. അത്ര അപകടം നിറഞ്ഞ ഈ ആസുരകാലത്ത് വരുന്ന വാർത്തകളൊക്കെ തന്നെ നമുക്ക് വല്ലാത്ത ധാർമ്മിക രോഷം ഉണ്ടാക്കുകയും നമ്മളെ വല്ലാതെ നടുക്കുകയും ചെയ്തതാണ്. പേടിപ്പിക്കുന്ന വാർത്തകളൊന്നായി കൂടുകൂട്ടി വരുന്നു. ഒരു ദിവസം 7 മണിക്ക് രാവിലെ വന്നത് ഞാൻ 9 മണിക്കിടെ 2 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ 14 കൊലപാതക വാർത്തകൾ വായിച്ചു തീർത്തപ്പോഴാണ് ഇങ്ങനെ ഒരു പര്യടനം കേരളത്തിൽ നടത്താൻ ഞാനും എന്റെ വാർത്താ സംഘവും തീരുമാനിച്ചത്. ഓരോ ജില്ല കഴിയുന്തോറും നമുക്ക് ആശയറ്റ് പോവുകയായിരുന്നു. നമ്മൾ നിരാശയിലാണ്. ഈ സാധാരണഗതിയിൽ ഒരു പര്യടനം ഇത്രയും ജനങ്ങളുടെ വലിയ പ്രതികരണം ഉണ്ടാക്കി അവസാനിക്കുമ്പോൾ നമ്മളൊക്കെ ആവേശപരരാകുക. ആ ആവേശം ഞങ്ങളില്ല. എനിക്കോ കാശ്മീരിക്കോ പ്രഭുതാലക്ഷ്മിക്കോ അതല്ലെങ്കിൽ എനിക്കൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനോ ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ഒരു സംഭവം തോന്നുന്നില്ല. കാരണം ഈ നാടിനെ നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ, ഈ നാടിനെ മുക്തമാക്കാൻ നമ്മൾ ഇനി താമസിച്ചു പോയാൽ ഒരുപക്ഷെ ഈ നാട് കൈവിട്ടു പോകുമെന്നുള്ള ആശങ്കയാണ് എന്നെ പോലെയുള്ള മാധ്യമങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. നമുക്കിനി താമസിക്കാൻ കഴിയില്ല. ഒരു ദിവസം 700ഓളം ആളുകൾ പുതിയ രാസലഹരി ഉപയോഗിക്കുന്നവരായി കണക്കുകൾ പറയുന്നു. കൂടുതൽ ആളുകൾ ഇതിനകത്ത് മുൻകൂട്ടി വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായി 2 കാര്യങ്ങളുണ്ട്. വീട്ടിൽ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഉറവിടം അന്വേഷിച്ചു പോകാൻ നമ്മുടെ പോലീസിനെ പ്രേരിപ്പിക്കുന്ന ബാഹ്യ ജനസമ്പർക്കം ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിശ്വസിച്ചോളൂ, ഈ രാജ്യാന്തര നെറ്റ്വർക്കുള്ള
ഈ മാഫിയ സംഘത്തിന്റെ കടയറുത്ത് വീഴ്ത്താൻ ഇപ്പോഴും മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. ഇന്ത്യക്ക് ആകെ അഭിമാനമായ പോലീസ് സേനയാണ് കേരളത്തിലുള്ളത്. അവർ കഴിഞ്ഞ കാലത്തും ഈ സ്പിരിറ്റ് കേരളത്തിലേക്ക് ഒഴുകിയ കാലത്തൊക്കെ തന്നെ ആന്ധ്ര പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഈ സ്പിരിറ്റ് ഒഴുകുന്ന മഹാരാജാക്കന്മാരെ കണ്ട് ഇനി എന്നെ ഒരു തവണ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പൂജ എന്ന് ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തുണ്ട്. അവരിനി കർണാടക പോലുള്ള സംസ്ഥാനത്തേക്ക് യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു. ഉറവിടങ്ങൾ തേടി ഉറവിടങ്ങൾ ബോംബിട്ട് തകർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകണം. മാതാപിതാക്കൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ. നിങ്ങൾ കുറച്ചു കാലം ഉറങ്ങാതിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് നിദ്രാവിഹീനമായ രാത്രികൾ ഉണ്ടാകില്ല. അതില്ല, നിങ്ങൾ ഉറക്കം തൂങ്ങികളായി ഉറങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന വളരെ അപകടകരമായ രാത്രികളായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മാധ്യമപ്രവർത്തകന്റെ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവ സമ്പത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനത്തിന് ഫലമുണ്ടായി എന്ന് വരില്ല. അത്ര അപകടം നിറഞ്ഞൊരു കാലത്ത് നമ്മൾ ജീവിച്ചു തീർക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് 65 വയസ്സായി. എന്റെ ഒരു 55 വയസ്സൊക്കെ കഴിഞ്ഞ് 10 വയസ്സിലൊക്കെ എനിക്ക് ഓർമ്മയായി തുടങ്ങി. ഒരു 55 കൊല്ലക്കാലം കേരളത്തിലെ ജീവിതം ഞാൻ ഒന്ന് ഓർമ്മിച്ചെടുത്താൽ ഇങ്ങനെ ഒരു അപകടകരമായ സ്ഥിതി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം പ്രളയം നമ്മൾ നേരിട്ടവരാണ്. നാട് മുഴുവൻ മുങ്ങിപ്പോയപ്പോ പൊങ്ങുതടിയായി വന്നവരാണ് നമ്മൾ. കോവിഡ് കൊറോണ എന്ന ഒരു ചെറിയ ക്രിമികീടം നമ്മുടെ ഉറക്കം കെടുത്തിയപ്പോ ആ ക്രിമികീടത്തെ തച്ച് തകർത്ത് ഐക്യബോധം കൊണ്ട് വിജയിച്ചവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസം മുന്നോട്ട് പോവുക, നമുക്കൊപ്പം അണിചേരുക. നമുക്കൊപ്പം അണിചേരുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അണിചേരുക. നമ്മളെല്ലാ അർത്ഥത്തിൽ നാട്ടിലുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കോവിഡ് കാലത്ത് കുത്തിയടച്ച വാതിലുകളില്ലേ, അയൽവാസി ആരെന്നറിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല പറഞ്ഞത് പോരാ. അയൽവാസി ആരെന്ന് അറിയണം, വാതിലുകൾ തുറന്നിടണം, വാതായനങ്ങൾ തുറന്നിടണം, അയലത്ത് താമസിക്കുന്ന ആരെയും നിങ്ങൾ അന്വേഷിക്കണം, എന്താണ് അവന്റെ പണി എന്ന് നിങ്ങൾ അന്വേഷിക്കണം. കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികൾക്കിടയിൽ ഇത്തരം ലഹരി വ്യാപനം വളരെ കൂടുതലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അയലത്ത് താമസിക്കുന്നത് A to Z മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. അതേപോലെ നാളെ കോഴിക്കോട് കടപ്പുറത്ത് അറബിക്കടലിലെ അടിച്ചു കയറുമ്പോൾ ഏറിയാർക്കുന്ന തിരമാലകളുടെ ശക്തിക്കപ്പുറം കടന്ന് ഒരു വലിയ മനുഷ്യ മഹാസമുദ്രവും ജനശൃംഖല ആകാശമുണ്ട് തൊണ്ടപ്പെട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറയും. നമ്മുടെ നാട്ടിലേക്ക് രാസലഹരി കയറ്റിയേക്കുന്ന ഏതൊരുവരും തുറുങ്കിലടക്കപ്പെടണം. അവസാനത്തെ നരാധമനായ രാസവിൽപ്പനക്കാരനും രാസലഹരിയുടെ കച്ചവടത്തിൽ കോടികൾ സമ്പാദിക്കുന്ന ഏതൊരു ജമീന്ദാറും ഈ നാട് വിട്ടു പോകണമെന്നും അവസാനത്തെ നരാധമനായ രാസലഹരി വിൽപ്പനക്കാരൻ ഈ കേരളം എന്ന് പറയുന്ന ഈ പുണ്യം നിറഞ്ഞ മണ്ണ് വിട്ടുപോകുന്നതുവരെ നമ്മളിനി വിശ്രമിക്കില്ലെന്നും ഇങ്ങനെയുള്ള ഒരു രാസലഹരിക്കാരനും കേരളത്തിൽ വീരി പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന 1 ലക്ഷം ആൾക്കാരുടെ മഹാപ്രകടനത്തിൽ പറ്റുമെന്ന് നിങ്ങൾ ചേരുക. നാളെ സമയമില്ല, പള്ളി പോകണം, മറ്റു ചില പരിപാടികളുണ്ട്. മൂത്ത മകളുടെ രണ്ടാമത്തെ മകളുടെ 3 മകളുടെ നിശ്ചയവും കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ലെങ്കിൽ ആരുടെ കല്യാണം നടന്നത് കാര്യം? കല്യാണം ചാക്കാലയിലേക്ക് ഇനിയും വരും. ഈ പ്രതിസന്ധി കടന്നു പോകാൻ ജനങ്ങളുടെ ഐക്യമല്ലാതെ മറ്റൊരു വഴിയില്ല, ജനങ്ങളുടെ സമ്മർദ്ദമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ പറയുന്നു, അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല നമ്മൾ അവിടെ കോഴിക്കോട് കടപ്പുറത്ത് അണിചേരുന്നത്. നമ്മൾ അണിചേരുന്നത് ഹിമാലയം കണക്കെ നമുക്ക് നേരെ വരുന്ന മഹാ അപകടത്തെ ഒരേ ശക്തി തള്ളി മാറ്റാൻ വേണ്ടിയാണ് നിങ്ങളെ നമ്മൾ അവിടെ ക്ഷണിക്കുന്നത്. നിങ്ങൾ വരണം, നിങ്ങൾ വരണം, നിങ്ങൾ വരണമെന്ന് മാത്രമല്ല നിങ്ങളുടെ എല്ലാ ശക്തിയും വിളിച്ചു പറയണം. MDMA വിൽപ്പന കേരളത്തിൽ അനുവദിക്കില്ല. രാസലഹരിയിൽ മൂക്കുകുത്തി വിടാൻ നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിനും വാത്സല്യത്തിനും അങ്ങേയറ്റം 24 നന്ദിയുണ്ട്. നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹവായ്പും നന്ദി എന്നോട് കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഞങ്ങളിലേക്ക് ഉയർത്തുന്ന ഈ പ്രശ്നമില്ല, ഈ മിഷൻ, ഈ ഉദ്ദേശം, ഈ രാസലഹരിക്ക് എതിരെയുള്ള അന്തിമ പോരാട്ടം, അതിന് നിങ്ങൾ അണിചേരണം. This is an ultimate war. Yes, this is an ultimate war. അണിചേരുക എന്ന് മാത്രമല്ല, ഈ കോഴിക്കോട് കടപ്പുറത്ത് പിറ്റേന്ന് പത്രവാർത്ത പറയണം, 1 ലക്ഷം ആളുകൾ ഒന്നിച്ച് പങ്കെടുത്ത ഈ മഹാസമ്മേളനം ആവശ്യപ്പെട്ടതുപോലെ ഈ ലഹരി വ്യാപാര കുത്തകളെല്ലാം തന്നെ കേരളം വിട്ടു പോകണമെന്ന്. ഇന്ന് നിങ്ങൾക്ക് നാളെ വൈകുന്നേരം കോഴിക്കോട് കാണാം. ഈ 24 ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ടെലിവിഷനിൽ കാണുക.
ടെലിവിഷനിൽ കാണുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ശക്തമായ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ മാധ്യമ ജീവിതത്തിൽ നിങ്ങൾ നൽകിയ ഉദുമ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നൽകിയ പിന്തുണയ്ക്ക് എപ്പോഴും ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഞാൻ നിങ്ങളോടൊപ്പം. ഗുഡ് ബൈ. ഇനി ഇവിടെ ഫ്ലാഷ് മോബ് കൈകൊട്ടിക്കളി മറ്റു പരിപാടികളാണ്. അതിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക.